അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും, പക്ഷെ എനിക്കത് ഒട്ടും ഗുണം ചെയ്യില്ല. നാടകക്കാരനാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളിയാക്കലോ അതൊക്കെ ഉണ്ടാവാം, പക്ഷെ അതൊന്നും നേരെ വന്ന് കളിയാക്കാനോ നേരെ വന്ന് ആക്ഷേപിക്കാനോ ഉള്ള ധൈര്യം ആർക്കും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ എന്തോരം എനർജിയാണ് എടുക്കുന്നത്, എന്ത് ശബ്ദമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ എവിടെ ഇരിക്കുന്നതെന്നുള്ള ബോധം നമുക്ക് കിട്ടും. നമ്മളെ കേൾക്കുന്ന ആളെവിടെയാണ്, അയാൾക്ക് എന്ത് ശബ്ദത്തിൽ കൊടുത്താൽ അയാൾക്ക് കേൾക്കാൻ പറ്റും, ആ ലുക്ക് എവിടെ കൊടുക്കണ്ടെന്നുള്ളൊരു ബോധം നമുക്ക് അടിസ്ഥാനമായിട്ടുള്ളതല്ലേ. അതിന് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകേണ്ട കാര്യമില്ലല്ലോ. എനർജി ഹൈ ആണ്, ആ എനർജിനെ ഡൗൺ ചെയ്താൽ മാത്രമേ അയാൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അത് അതിന് വേണ്ടിയിട്ട് അയാൾ എടുക്കുന്ന ഒരു മെത്തേഡാണ് സ്വയം. തിയേറ്ററിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്ന ഒരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു മുഖ്യത്വം സിനിമയിൽ എപ്പോഴും കിട്ടാറുണ്ട്. നമുക്ക് ആ ചോദ്യം നമുക്കെല്ലാം പ്രിയപ്പെട്ട ആക്ടർ മണികണ്ഠൻ ആചാര്യാണ് ഫോക്സ് ടോക്സ്. നമസ്കാരം. ഇപ്പോൾ പുതിയ സിനിമ എല്ലാ റിലീസിന് തയ്യാറിട്ടാണല്ലോ, പ്രധാന റോളാണ്. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. കാരണം മറ്റ് സിനിമകൾ ചെയ്യുന്ന പോലെ അല്ലായിരുന്നു, തികച്ചും സൗഹൃദം. സിനിമയുടെ കഥ പറയുന്നത് സൗഹൃദത്തെ കുറിച്ചാണ്, അതേപോലെ തന്നെയായിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അതായത് ഷൂട്ട് ക്യാമറയ്ക്ക് പുറകിലും അത് തന്നെയായിരുന്നു. ഗിരീഷ് PC പാലം എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന നാടക രചയിതാവും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ കോഴിക്കോടുള്ള കുറേ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ സിനിമ, അവരുടെ സിനിമ എന്നുള്ളൊരു ഫീൽഡ് എല്ലാ ദിവസവും സെറ്റിലുണ്ടാവും. അപ്പോൾ ആ ഒരു സൗഹൃദം നമുക്ക് നേരിട്ട് കാണാൻ ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. സാധാരണ സിനിമ ലൊക്കേഷനിലുള്ള പോലെ ക്രൗഡിനെ മാറ്റി നിർത്താൻ കുറേ ബൗൺസേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ആ സെറ്റപ്പുകളൊന്നും അല്ലാതെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു. അത് തികച്ചും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം, എപ്പോഴും കിട്ടാത്തൊരു കാര്യം. ഇപ്പോൾ ഈ എന്നാണ് സിനിമയുടെ പേര്, മഴയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഡിസൈനിലൊക്കെ മനസ്സിലാവും, സിനിമ കൂടുതൽ മനസ്സിലാവുന്നു. ഇത് ഇല്ലാത്തതാണ്, മാത്രം ഒരു കൗതുകം. ഗിരീഷന്റെ മഴ തന്നെ മഴ എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്. ആ നാടകം സിനിമയായി ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ സിനിമയ്ക്ക് അതിൻ്റെ ഒരു പ്രത്യേകത, ഈ ചോദ്യം ഉണ്ടാവുന്നത് ഈ മായനെ മാറ്റി നിർത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ചോദ്യം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ചോദ്യം ഉണ്ടാവലും പിന്നെ അതിൻ്റെ വലിയ തലങ്ങൾ ഉണ്ട്. ആ തലങ്ങളെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ട് മാറി വെച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഒരുപക്ഷെ ഡയറക്ടറിന് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് പറയാൻ കഴിയും. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ, അതാണ് രാന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുക, ആ ക്യാച്ചിങ് ഒരു എലമെന്റ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് പറയാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് അദ്ദേഹത്തിനാണ് പറയാൻ കഴിയുക, അദ്ദേഹം പറയുന്നത് തന്നെയാണ്. മഴ സിനിമയിൽ പ്രധാന കഥാപാത്രമാണോ? തീർച്ചയായിട്ടും മഴയുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും മഴയുണ്ട്. ഈ മഴ എന്ന് പറയുമ്പോൾ പണ്ട് ജോൺസൺ മാഷിന്റെ പാട്ടും മഴ ഒരു നൊസ്റ്റാൾജിയ ആയിരുന്നു. കുറച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം മഴ വില്ലനാണ്. ഇതില് മഴ വില്ലനാണോ? ഇതില് മഴ വില്ലനും നായകനും സുഹൃത്തും പ്രണയവും എല്ലാമായി മാറുന്നുണ്ട്. മഴ എല്ലാ റോളും മഴ ചെയ്യുന്നുണ്ട്. ഈ എങ്ങനെയാണ് ഇതിലെ ഗാനങ്ങളൊക്കെ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട നാടകരെ കുറിച്ച് അംഗീകാരം കിട്ടിയത്? പാട്ട് ആരാണ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ പ്രൊഡ്യൂസറായിട്ടുള്ള അദ്ദേഹം തന്നെയാണ് സംഗീതം ചെയ്തത്, രാജേഷ്. പിന്നെ ഈ സിനിമയുടെ ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ കുറച്ച്. അത് ആ കഥയ്ക്ക് ഏത് സിനിമ, ഇപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിൽ അണ്ടർവെയർ ഇട്ടിട്ടുള്ളതാണ് എൻ്റെ എൻട്രി. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതാണ് അന്വേഷിക്കുക. അത് ഡിമാൻഡ് ചെയ്യപ്പെടുന്നുണ്ടോ
സിനിമയിൽ. അല്ലാതെ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ സംസാരിക്കപ്പെടും, അല്ലെങ്കിൽ ഒരു വിവാദമാകും, ഒക്കെ ശ്രദ്ധിക്കപ്പെടും. രായയുടെ കാര്യം പറഞ്ഞ പോലെ ഒരിക്കലും അതൊരു ക്യാച്ചിങ് പോയിന്റ് അല്ല. നമ്മൾ സ്വയംഭവം ചെയ്യുന്ന ഒരു സീൻ കാണിച്ചിട്ട് ഈ സിനിമയിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്ന് പറയാൻ അങ്ങനെ ആലോചിക്കുന്ന അത്രയും തരം താഴ്ന്ന ബുദ്ധി ഉള്ള ആരും ഈ സിനിമയുടെ പുറകിലില്ല. ആ സിനിമ ആ ക്യാരക്ടറിന് അത് ഒഴിവാക്കിയാൽ ആ ക്യാരക്ടറിന്റെ ഡെപ്ത് കുറയും. അയാൾ അത്രമാത്രം പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്. രാത്രികളിൽ അയാളുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും നടക്കുന്നുണ്ട്. അയാൾക്ക് എനർജി ഹൈ ആണ്. ആ എനർജിനെ ഡൗൺ ചെയ്താൽ മാത്രമേ അയാൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അത് അതിന് വേണ്ടിയിട്ട് അയാൾ എടുക്കുന്ന ഒരു മെത്തേഡാണ് സ്വയംഭവം. അപ്പൊ അത് ആ സീൻ ഒഴിവാക്കിയിട്ട് ആ ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ അതിന്റെ ഒരു വലിയൊരു ഡെപ്ത് കുറയും. ആ സീൻ ആ സിനിമയ്ക്ക് വളരെ ആ ക്യാരക്ടറിന്റെ സ്വഭാവത്തെ അവതരിപ്പിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമാണ് ആ സീൻ. ഇതിന്റെ സംവിധായകൻ ശ്രീ ഗിരീഷ് പി സി പാല, അദ്ദേഹം നാടകത്തിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ നാടക ഡയറക്ടർ ഒരു ഫിലിം ഡയറക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ട്? ഒരുപാട് നല്ല ഡയറക്ടർ ഞാൻ ഗിരീഷന്റെ നാടകങ്ങൾ വേദിയിൽ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഗിരീഷന്റെ നാടകം ഞാൻ എറണാകുളത്ത് RLB കോളേജിന് വേണ്ടിയിട്ട് രതീഷ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ സിനിമയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുമ്പോൾ RLB കോളേജിന് വേണ്ടി ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഗിരീഷനെ കണ്ടും വായിച്ചും എനിക്കറിയാം ഗിരീഷന്റെ കലാകാരനെ. അപ്പോൾ സിനിമയുടെ സ്കെയിൽ അല്ലെങ്കിൽ സിനിമയുടെ സ്പേസ്, നാടകത്തിന്റെ സ്പേസ്, ഈ രണ്ട് സ്പേസിനെ അറിഞ്ഞ് ചെയ്യുന്ന ഒരാളാണ്. എന്താണ് സിനിമയ്ക്ക് വേണ്ടത്, സിനിമ ആരാണ് കാണുന്നത്, സിനിമ എവിടെയാണ് കാണിക്കുന്നത്, അതിന്റെ ആ അകലം ആ മെഷർമെന്റും എല്ലാം കൃത്യമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ്. അത് ചിലപ്പോൾ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല ആ ഒരു ഐഡിയ. ഈശ്വരൻ ഇത് നല്ല രീതിയിൽ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സീനിന്റെ ഒരു പൾസ് കുറഞ്ഞു പോകാതെ അതിനെ കൃത്യമായിട്ട് ഏത് ഡയലോഗിലാണ് എവിടെയാണ് പ്രഷർ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പ്രഷർ കൊടുക്കാണ്ടിരിക്കേണ്ടത്, ഏത് സീനാണ് മോൾഡ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ള, അതുപോലെ ആക്ടേഴ്സിന് വർക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ കൃത്യമായ ധാരണ. നാടകത്തിലെ ആക്ടേഴ്സിന് വർക്ക് ചെയ്യുന്നതും സിനിമയിലെ ആക്ടേഴ്സിന് വർക്ക് ചെയ്യുന്നതും രണ്ട് പാറ്റേണാണ്. അപ്പൊ ഈ രണ്ട് പാറ്റേൺ കൃത്യമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ്. തീർച്ചയായിട്ടും ആ സിനിമ മുന്നോട്ട് കേരളത്തിന് അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് എന്ത് സംഭാവന ചെയ്യും എന്ന് എന്നോടൊരു ചോദ്യം ഉണ്ടായാൽ ഞാനതിൽ കൃത്യമായിട്ട് പറയുന്നത് ഗിരീഷ് പി സി പാലം എന്ന് പറയുന്ന ഒരു കലാകാരനെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസവും അഭിമാനവും അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്യാൻ കഴിയും. കാരണം തുടർന്ന് വലിയ വലിയ സ്റ്റാർസിനെ വെച്ച് പടം ചെയ്യാനുള്ള പൊട്ടൻഷ്യലുള്ള ഒരു സംവിധായകനാണ്, എഴുത്തുകാരനാണ്. ഇപ്പോ നാടകത്തിൽ ആർട്ടിസ്റ്റിനെ വർക്ക് ചെയ്യുന്നത് വേറെ രീതിയിലാണെന്ന് പറഞ്ഞു. സിനിമയിൽ നാടക ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും നാടകത്തിൽ നിന്ന് വന്നുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? എന്റെ സ്റ്റൈലാണല്ലോ, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇത് ഭയങ്കര മെക്കാനിക്കലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ് അല്ല. നമുക്കത് നമ്മുടെ ആ സെൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ എന്തോരം എനർജിയാണ് എടുക്കുന്നത്, എന്ത് ശബ്ദമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ എവിടെ ഇരിക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് കിട്ടും. നമ്മളെ കേൾക്കുന്ന ആളെവിടെയാണ്, അയാൾക്ക് എന്ത് ശബ്ദത്തിൽ കൊടുത്താൽ അയാൾക്ക് കേൾക്കാൻ പറ്റും, ആ ലുക്ക് എവിടെ കൊടുക്കണ്ടേ എന്നുള്ളൊരു ബോധം നമുക്ക് അടിസ്ഥാനമായിട്ടുള്ളതല്ലേ. അതിന് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകേണ്ട കാര്യമില്ലല്ലോ. ഇത് നിങ്ങൾ അവിടെയാണ് ഇരിക്കണമെങ്കിൽ എൻ്റെ ആക്ഷൻസും എൻ്റെ പ്രസന്റേഷനും മാറും ഇല്ലേ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതൊരു വലിയ ബാധിച്ച പരിപാടിയല്ല. സിനിമയും നാടകമൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ്. അവിടെ ഈ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. നമ്മള് ക്യാമറയാണ് നമ്മുടെ ഓഡിയൻസ്. നമുക്കതിൻ്റെ ഫ്രെയിമുകൾ അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പണി കുറയും. നമുക്ക് ക്ലോസ് വെച്ചിട്ടുള്ള കണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അടിമുടി കിടന്ന് വരയ്ക്കേണ്ട കാര്യമില്ല.
അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് എന്താണോ വേണ്ടത് അത് കൃത്യമായി കൊടുത്താൽ മതി. നാടകം എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ? നാടകമാണ് മൊത്തം, എത്രത്തോളം എന്നല്ല, 100% തിയേറ്റർ പേഴ്സൺ എന്ന് പറയുന്ന, തിയേറ്ററിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്ന ഒരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു മുഖ്യത്വം സിനിമയിൽ എപ്പോഴും കിട്ടാറുണ്ട്. അത് എല്ലാ കാലത്തും നാടക നടന്മാർക്ക് സിനിമയിൽ അതിൻ്റെതായ വിലയുണ്ട്. നാടകക്കാരനാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളിയാക്കലോ അതൊക്കെ ഉണ്ടാവാം, പക്ഷെ അതൊന്നും നേരെ വന്ന് കളിയാക്കാനോ നേരെ വന്ന് ആക്ഷേപിക്കാനോ ഉള്ള ധൈര്യം ആർക്കും ഉണ്ടാവില്ല. കാരണം നാടകക്കാരൻ നാടറിഞ്ഞു വന്ന ആളാണ്, നാടിന്റെ അകം വിളിച്ചു പറഞ്ഞു വരുന്ന ആളാണ്. അപ്പൊ അവന്റെ നേരെ നിന്ന് സംസാരിക്കണമെങ്കിൽ അത്യാവശ്യം കുറച്ച് പരിപാടികൾ പഠിച്ചിട്ട് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള ആക്രമണം നാടകക്കാർക്ക് നേർക്ക് നേരെ ഉണ്ടാവില്ല. ഇവിടെയൊക്കെ മാറി നിന്ന് പലരും പലതും പറയണ്ടാവും. അതിനെ നമ്മള് ഈ നിമിഷം തന്നെ എന്നെ കുറിച്ച് 100 ചർച്ച നടക്കണ്ടാവും. ആ 100 ചർച്ചയിൽ 75 പേരും എൻ്റെ നെഗറ്റീവ് ആയിരിക്കും പറയുന്നത്. ആ 75 നെഗറ്റീവിനെ കുറിച്ച് ആലോചിച്ച് ഞാൻ എൻ്റെ 25 പോസിറ്റീവ് വിട്ട് കളയേണ്ട കാര്യമുണ്ട്. ഞാൻ ആ പോസിറ്റീവ് 25 ആരൊക്കെ പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കും. എന്നിട്ട് അതിൽ ഞാൻ ഈ നെഗറ്റീവ്സിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോ രാജീവ് രവി സാറിന്റെ സിനിമയിലാണല്ലോ ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം വർണ്ണത്തിലാശങ്ക എന്ന് പറഞ്ഞ സിനിമ, പിന്നീട് കൂടെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. ഒരു പ്രധാന കഥാപാത്രത്തിൽ നിന്ന് ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറിനെ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്. അത് ചൂസ് ചെയ്തതാണ്, നിങ്ങൾ സെലക്ട് ചെയ്തതാണ് സിനിമകൾ, അതോ വേണ്ടാന്ന് വെച്ചതാണോ, അതോ വിളി വരാതിരുന്നതാണോ? ഏതൊരു ജോലിക്കും ഏതൊരു വെറുതെ വീട്ടിലിരുന്നാലും വേരിയേഷൻസ് ഉണ്ടാവും അല്ലേ? പണിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന ഒരാളാണ്. അയാളുടെ ഇന്നത്തെ ദിവസം ആയിരിക്കില്ല നാളത്തെ ദിവസം. ഇന്ന് നല്ല ഭക്ഷണം കിട്ടും, അപ്പുറത്തെ വീട്ടിൽ കല്യാണം ഉണ്ടാവും, അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് പോകും, ചെറുതടിക്കാനൊക്കെ പറ്റും. നാളെ ചിലപ്പോൾ ആരും വിളിക്കില്ല, വെറുതെ വീട്ടിലിരിക്കും. ഇത് തന്നെ സംഭവിക്കുള്ളൂ. അത് ഒരു ചർച്ചയല്ല. എന്തുകൊണ്ട് അത് വന്നില്ല? ഇങ്ങനെ ജീവിതകാലം മുഴുവനും ബാക്ക് ടു ബാക്ക് അങ്ങനെ ഹിറ്റടിച്ച് പോയവരുണ്ടാവും. എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അപ്പോൾ അതിൽ ഞാൻ സെലക്ഷന് വേണ്ടിയിട്ട് മാറി നിന്നതോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത പരിപാടികൾ വർക്കാവാതെ ഞാൻ ഔട്ടായി പോയതോ ഒന്നുമല്ല. അതിൻ്റെ ഒരു ഫ്ലോ അങ്ങനെയാണ്. ആ ഫ്ലോയിൽ കുറച്ച് നാൾ എനിക്ക് എന്താ പറയുക ഇപ്പോൾ റെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും ബിസി ആയിട്ടുണ്ട്. അത് സംഭവിച്ചു നോക്കണം. പേട്ട എന്ന് പറഞ്ഞ സിനിമയില് രജനി സാറിന്റെ കൂടെയൊക്കെയാണ് അഭിനയിച്ചത്. തെറ്റിന്റെ ഒരു സിനിമയിലാണ് അഭിനയിച്ചത്. അപ്പൊ അത്രയും വലിയ സ്റ്റാർസിന്റെ മുമ്പിലെത്തി അഭിനയിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു സംഭ്രമം, ഒരു സ്റ്റേജ് ഫിയർ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? ഒരു പേടി എപ്പോഴും വന്നിട്ടുണ്ടോ? എപ്പോഴും അഭിനയിക്കാൻ പോകുന്നതിന്, ആദ്യത്തെ ഷോട്ട് എടുക്കാൻ പോകുന്നതിന് മുമ്പുള്ള പേടി അത് ഇന്നും ഉണ്ട്. സ്റ്റേജിൽ കയറണമെങ്കിൽ മുമ്പുള്ള എത്ര 6 മാസമൊക്കെ റിഹേഴ്സൽ വെച്ച് ചെയ്തിട്ടാണ് കയറണമെങ്കിൽ പോലും ആ ബെല്ലടിക്കുന്നതിന് മുമ്പുള്ള ഒരു നെഞ്ചിരിപ്പുണ്ട്. ആ നെഞ്ചിരിപ്പാണ് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, അത് നല്ലതാണ്, പോസിറ്റീവാണ്. ആ പേടി ഇപ്പോഴും ഉണ്ട്. അത് ആളുകൾക്കനുസരിച്ചല്ല. ഇപ്പൊ ലാൽ സാറിന്റെ കൂടെ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ മമ്മൂട്ടി സാറിന്റെ കൂടെ അഭിനയിക്കുന്നു, രജനി സാറിന്റെ കൂടെ, ആ ആളുകളുടെ പേരോ അവരുടെ സ്റ്റാർഡോ നോക്കിയിട്ടല്ല ആ പേടി നടക്കുന്നത്. ഞാൻ നന്നായി ചെയ്യണം, ഞാൻ പഠിച്ചത് ഓക്കെ അല്ലേ, പെർഫോം ചെയ്യണം എന്നുള്ള പേടിയാണ്. ആ എൻ്റെ റെസ്പോൺസിബിലിറ്റി കറക്റ്റായിരിക്കണം. ഞാൻ കാരണം ഒരു സെക്കൻഡ് വേസ്റ്റ് ആവരുത്, ആരുടെയും പണം നഷ്ടപ്പെടുത്തരുത്, എൻ്റെ കഥാപാത്രത്തിൻ്റെ ഡെപ്ത് കുറഞ്ഞു പോകരുത് എന്നൊക്കെ പറയുന്ന ഉത്തരവാദിത്വത്തിൻ്റെ ഒരു പേടി. അതല്ലാതെ അയ്യോ വേറെ മുമ്പിൽ അങ്ങനെ പറയണം അങ്ങനത്തെ പേടി വരാറില്ല. കാരണം അത് വരാൻ സാധ്യത കുറവാണ്. നമ്മൾ നാടകവും സ്റ്റേജുകളൊക്കെ കയറി കുറച്ച് ഇതിൻ്റെ ഒരു പഴക്കം വന്നിട്ട് സിനിമയിലേക്ക് വന്നിട്ടുള്ളതാണ്. രജനീകാന്ത് എന്ന് പറഞ്ഞൊരു സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അഭിനയിച്ചപ്പോ ഭയങ്കര സ്റ്റാറുള്ള ആക്ടറാണ്. എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റും പഠനം ഒരു ആക്ടർ എന്ന രീതിയിൽ? അദ്ദേഹത്തിന്റെ പാഷനാണ് സിനിമയോട് ഇപ്പോഴും അദ്ദേഹം നിലനിർത്തുന്ന ആ പാഷൻ, ആ സ്പിരിറ്റ്, എനർജി, വിനയം, അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങളുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഇന്നത്തെ മാതൃകയാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ മാക്സിമം അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമുണ്ട്. അതായത് കൃത്യസമയത്ത് എത്തുക. ഡയറക്ടർ എന്ന് പറയുന്ന ഒരാളാണ് സിനിമയുടെ അൾട്ടിമേറ്റ്. അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുക്കുക, അദ്ദേഹം പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവുക, അത്
മാക്സിമം വിനയത്തോടെ. അതൊക്കെ ജിമ്മി സാറിൻ്റെ അതും ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ എനർജിയെ അദ്ദേഹം എന്താ പറയുക കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നൊരു ചെറിയ കാര്യമല്ല. അതിന് വേണ്ട കുറേ കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എക്സസൈസ് ചെയ്യാതെ ഒരിക്കലും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. മെഡിറ്റേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഫുഡിലുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഒരു കൺട്രോള് അവരൊരു തപസ് പോലെ അതിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പം അതൊക്കെ നമുക്ക് പുതിയ ആളെന്നുള്ള അല്ലെങ്കിൽ വളർന്നു വരുന്ന ആളെന്നുള്ള നിലയിൽ അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഫോളോ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. താങ്കളുടെ തന്നെ അടുത്ത കാലത്തുന്ന സിനിമയില് താങ്കൾ കാസ്റ്റ് ചെയ്ത സിനിമയില് ഒരു മാർക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ രീതി പറഞ്ഞിട്ട് ആ സിനിമയിൽ നമുക്ക് ആ ചോദ്യം ഹാപ്പിയാണ്. ഞാനിപ്പോ ഹാപ്പിയാണ്. എനിക്ക് പരാതി പരിഭവമൊന്നുമില്ല. അതൊക്കെ ഓരോ കാലഘട്ടത്തിലും ഓരോ അറിവില്ലായ്മകളും ഓരോ മനസ്സിന്റെ എന്താ പറയാ മനസ്സ് ഭയങ്കരമായിട്ട് കലങ്ങി കിടക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ളവർ വന്ന് പൊട്ടുമ്പോൾ അതിങ്ങനെ പൊട്ടിച്ചിതറുമ്പോൾ സംഭവിക്കുന്ന വാക്കുകളാണ്. അതിലൊന്നും വേറെ വലിയ കടമ്പൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും, പക്ഷെ എനിക്ക് അത് ഒട്ടും ഗുണം ചെയ്യില്ല. നിങ്ങൾക്കൊന്നും ഉദ്ദേശിച്ചത് മീഡിയ അത് മറ്റുള്ളവർക്ക് കേട്ട് സന്തോഷിക്കാം, അല്ലെങ്കിൽ അതിന്റെ കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത് വരാം. അത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ഇൻസ്റ്റയിലൊക്കെ കുറെ നാളിങ്ങനെ ഓടുന്നല്ലാതെ അതുകൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടാവുന്നുണ്ട്. അഭിനയിച്ച സിനിമകൾ നോക്കുകയാണെങ്കിൽ രാജീവ് സാറ്, കാർത്തിക് സുബ്രാജ് അങ്ങനെ വലിയ സംവിധായകർ സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ വേണു സാറ് അങ്ങനെ വലിയ സ്കെയിലുള്ള സിനിമകളോടൊപ്പം തന്നെയാണ് പോലെയുള്ള ചെറിയ സിനിമകളും ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷനിലോ മേക്കിങ്ങിലോ ആ വ്യത്യാസം എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ? എങ്ങനെ കാണണം ഇത്തരം സിനിമകൾ? അല്ല, സംവിധായകരെ സംബന്ധിച്ച് ഓരോ സംവിധായകർക്കും ഓരോ വർക്കിംഗ് സ്റ്റൈലും അല്ലെങ്കിൽ അറിവും കാര്യങ്ങളൊക്കെയാണ്. അത് കമ്പയർ ചെയ്യാറില്ല. ഇപ്പൊ രാജീവേട്ടനെ ഇപ്പോൾ എന്താ പറയുക പ്രത്യേകം ചെയ്യുമ്പോൾ ഈ സാധനം രാജീവേട്ടൻ ചെയ്യണത് അങ്ങനെയാണ് എന്ന് പറയാൻ പാടില്ല, പറയേണ്ട കാര്യമില്ല. ഇത് രാജീവേട്ടനാണ്, ഇത് വേണു സാറാണ്, അല്ലെങ്കിൽ സിദ്ധാർത്ഥ ഭരതനാണ്. ഓരോരുത്തർക്കും ഓരോ വർക്കിംഗ് സ്റ്റൈലിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് എനിക്കുണ്ട്. അപ്പോൾ ഈ വലിയ സംവിധായകരുടെ സിനിമയുടെ ഇടയിലൊക്കെ പുതിയ പുതിയ ആളുകളുടെ സിനിമകളും ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സീനിയേഴ്സ് ആയിട്ടുള്ളവർ അത്ഭുതപ്പെടുത്തിയേക്കുന്ന പോലെ തന്നെ ഈ പുതിയതായി വരുന്നവരും അത്ഭുതപ്പെടുത്തിയിട്ടുമുണ്ട്. അതിലൊരാൾ തന്നെയാണ് ഗിരീഷ് ഏട്ടൻ. പിന്നെ പ്രൊഡക്ഷന്റെ ഈ സാമ്പത്തിക കൂടും തോറും അതിന്റെ സൗകര്യങ്ങൾ കുറയും തോറും അതിന്റെ സൗകര്യങ്ങൾ കുറയും. അത് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ പടത്തിന് ഈ സബ്ജക്റ്റിന് വേണ്ട പൈസ മുടക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക. കുറെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായി ഡെവലപ്പ് ചെയ്ത് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊരു നല്ല വൃത്തിയായിട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പണത്തിന്റെ ഒരു കുറവ് സിനിമ കാണുമ്പോൾ തോന്നില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രമേയം എന്ന സിനിമയ്ക്ക് ഭയങ്കര അഭിപ്രായം കിട്ടിയ സിനിമയാണ്. അതിനുശേഷം സിനിമയെ കൂടുതൽ ജീവിതം മാറിയിട്ടുണ്ടായിരുന്നു ശേഷം. അല്ല, ഭ്രമയം കഴിഞ്ഞപ്പോ അഞ്ചട്ടുള്ള കൊക്കൻ എന്ന് പറയുന്ന ഒരു അതും എനിക്ക് ഇൻഡിവിജ്വൽ ഒരു ഹിറ്റ് എന്ന് തന്നെ പറയാം. വർക്കുകൾ ഒരുപാട് എൻക്വയറീസ് നടക്കുന്നു. ഇപ്പോൾ നിലവിൽ പുതിയ പദ്ധതികളും പ്ലാനുകളൊക്കെ നടക്കുന്നുണ്ട്. ഹാപ്പിയാണ്, ബിസിയാണ്, കുഴപ്പമില്ലാണ്ട് പോകുന്നു. പ്രമേയത്തിൽ ശരിക്കും നാടകം ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നാടകം പ്രമേയത്തിൽ മാത്രമല്ല, നാടകം ഓരോ സെക്കൻഡിലും ഹെൽപ്പ് ചെയ്തത്. എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത് നാടകത്തിന്റെ ഒരു ഫലമാണ്. തിയേറ്ററിന്റെ ആണ് എൻ്റെ ബ്രീത്ത്. ഒറിജിനൽ നല്ല എന്താ പറയാ ശുദ്ധമായ വായു എന്ന് പറയുന്നത് തിയേറ്റർ തന്നെയാണ്. അത് പ്രമേയത്തിൽ മാത്രം അങ്ങനെയൊന്നുമില്ല, എല്ലാ സിനിമയിലും അത് ഗുണം ചെയ്യാറുണ്ട്. പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന സിനിമയാണല്ലോ. എന്തൊക്കെയാണ് ഈ സിനിമയെ പറ്റിയുള്ള പ്രതീക്ഷകളാണ്? വേറെ ആരെങ്കിലും പുതിയതായിട്ട് വരുന്നുണ്ട്? അതിനകത്ത് നന്ദു ലീഡിങ് ക്യാരക്ടർ രണ്ടുപേരാണ്. നന്ദു ഞാനും ഓട്ടം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഞങ്ങള് നല്ല സുഹൃത്തുക്കളാണ്, ചേട്ടനും അനിയനാണ്. അങ്ങനെ എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഞാനുമായിട്ട് ഭയങ്കര സിങ്ക് ആയിട്ടുള്ള ഒരാളാണ്. അതേപോലെ സംവിധായകൻ ഗിരീഷ് ചേട്ടൻ. ഞങ്ങൾ മൂന്നുപേരും
ഒരുമിച്ചിരുന്നാൽ സമയം പോകുന്ന അറിയില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് കോഴിക്കോട്ടിലെ ഒരുപാട് കലാകാരന്മാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. നാടകക്കാർ ഇതിനകത്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ ആർട്ടിസ്റ്റുകളാണെന്ന് അറിയിക്കുന്ന രീതിയിലല്ലാതെ നമ്മളെല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. രാജേഷ് ചേട്ടനുണ്ട്, രാജേഷ് ശർമ്മ, ലക്ഷ്മി ചേച്ചിയുണ്ട്. അങ്ങനെ സിനിമയിൽ ഓൾറെഡി ഉള്ള കുറേ സീനിയേഴ്സ് ആയിട്ടുള്ള വിജയേട്ടനുണ്ട്, വിജയൻ കാരന്തൂർ, സന്തോഷ് കീഴാറ്റൂർ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ എന്താ പറയുക, കണ്ടവര് വിജയിപ്പിക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം ഇതിൻ്റെ പ്രൊമോഷനോ അല്ലെങ്കിൽ ഇതിൽ പണം കൊണ്ടിട്ടുള്ള ഗിമ്മിക്സുകളൊക്കെ വളരെ കുറവാണ്. നമ്മൾ ഒരു സൗഹൃദ വലയത്തിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ സിനിമ തിയേറ്ററിൽ 12-ാം തീയതി എത്തുമ്പോൾ അത് കാണാൻ എത്തുന്ന ആളുകൾ അവരുടെ സ്വന്തം റിസ്ക് പ്രൊമോഷൻ ചെയ്ത് വിജയിപ്പിക്കാൻ പോകുന്നതാണ് ഒരു സിനിമയായി. അതായത് പൈസ മുടക്കുന്നതല്ല, അവരുടെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോടോ പറഞ്ഞ് ഈ സിനിമ കാണണം എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളും ഈ സിനിമയിലുണ്ട്. പെർഫോമൻസ് ബേസ് എനിക്ക് വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പഠനം നടത്തിയിട്ട് അല്ലെങ്കിൽ അപ്പോൾ ചോദിച്ചിട്ട് ഒക്കെ ചെയ്യേണ്ട കുറേ സീൻസുകളുണ്ട്. നമ്മൾ ഈ സൈക്കോ ത്രില്ലറിൽ അല്ലെങ്കിൽ കുറച്ച് സൈക്കോ ആയിട്ട് മെന്റലായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള, അപ്പോൾ അതുമായിട്ട് താരതമ്യം വരാതെ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഷെയ്ഡ് വരാതെയൊക്കെ മാക്സിമം ഗിരീഷേട്ടനായിട്ട് ഡിസ്കസ് ചെയ്ത് ഗിരീഷേട്ടൻ ഓരോ സീൻ കഴിയുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത് അത് വേണ്ട അത് വേണം അത് ഓക്കെയാണ് ഇങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമയമെടുത്ത് ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. അപ്പോൾ വലിയ പ്രതീക്ഷയാണ്. ജൂലൈ 12-ാം തീയതി തിയേറ്ററിൽ എത്തുമ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളുടെ സ്വന്തം സിനിമ എന്ന നിലയിൽ ഇതിനെ വിലയിരുത്തി ഇതിലേക്ക് വീണ്ടും ആളുകളെ എത്തിക്കണം, സിനിമ വിജയമാക്കണം.